പങ്കാളിയുമായോ സുഹൃത്തുമായോ ഇതെല്ലാം നിങ്ങൾ പങ്കുവച്ചിരുന്നു എങ്കിൽ സൂക്ഷിച്ചോളൂ. ദൈനംദിന ജീവിതത്തിൽ സുഹൃത്തുക്കളുമായും പങ്കാളിയുമായൊക്കെ പല കാര്യങ്ങളും പങ്കിടാറുണ്ട്. ചിലപ്പോൾ അതൊരു രഹസ്യമോ ഭക്ഷണമോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. എന്നാൽ മറ്റുള്ളവരുമായി ഒരിക്കലും പങ്കിടാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. എന്തെല്ലാമാണെന്ന് നോക്കാം. ഹെഡ്ഫോണുകൾ. ഒരാൾ ഉപയോഗിക്കുന്ന ഹെഡ്ഫോൺ ഒരു കാരണവശാലും മറ്റൊരാൾ ഉപയോഗിക്കരുത്. ഇതുമൂലം ബാക്ടീരിയകൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുകയും ഇൻഫെക്ഷന് കാരണമാവുകയും ചെയ്യും. കുളിക്കാനുള്ള ടവൽ, തോർത്ത്. ഇത് ഒന്നിലധികം പേർ ഉപയോഗിക്കുന്നത് പലതരം ത്വക്ക് രോഗങ്ങൾക്ക് കാരണമാകുന്നു. മുഖക്കുരു, ചൊറിച്ചിൽ എന്നിവയൊക്കെ ഇത്തരത്തിൽ പകരാൻ സാധ്യതയുണ്ട്. ലിപ്സ്റ്റിക്. ഒരാൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് മറ്റൊരാൾ ഉപയോഗിക്കുന്നത് പലതരം വൈറസുകൾ പകരുവാനും ത്വക്ക് രോഗങ്ങൾക്കും കാരണമാകും. ടൂത്ത് ബ്രഷ്. ടൂത്ത് ബ്രഷുകൾ പങ്കുവെക്കുന്നത് മൂലം വായ്പുണ്ണ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്നിവ പിടിപെടാൻ സാധ്യതയുണ്ട്. ഷേവിംഗ് റേസർ. ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റേസർ മറ്റൊരാൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത് ഫംഗസ്, ബാക്ടീരിയ, വൈറസ് എന്നിവ പകരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ഗുരുതരമായ ത്വക്ക് രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ചീപ്പ്. ഒരാൾ ഉപയോഗിക്കുന്ന ചീപ്പ് മറ്റൊരാൾ ഉപയോഗിക്കുന്നത് മൂലം താരൻ, മുടികൊഴിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. ഡിയോഡറന്റ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിയോഡറന്റ് മറ്റൊരാൾക്ക് കൈമാറുന്നത് മൂലം അണുക്കൾ പകരാനും ത്വക്ക് രോഗം പിടിപെടാനും കാരണമാകുന്നു. കണ്ണട. സൺഗ്ലാസ് പോലെയുള്ളവ ഒന്നിലധികം പേർ ഉപയോഗിക്കുന്നത് മൂലം കണ്ണിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ പകരാനുള്ള സാധ്യത കൂടുതലാണ്. സോപ്പ്. മറ്റൊരാൾ ഉപയോഗിക്കുന്ന സോപ്പ് കുളിക്കാൻ എടുക്കരുത്. ഇത്തരത്തിൽ ചെയ്യുന്നത് മൂലം ത്വക്ക് രോഗങ്ങൾ പകരാനുള്ള സാധ്യത കൂടുതലായിരുന്നു. നെയിൽ കട്ടർ. നഖം മുറിക്കുന്ന നെയിൽ കട്ടർ പങ്കുവെക്കുന്നത് മൂലം ഹെപ്പറ്റൈറ്റിസ്, മറ്റു പലതരം ഇൻഫെക്ഷനുകൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ്. ഹെൽമെറ്റും തൊപ്പിയും. തൊപ്പിയും ഹെൽമെറ്റും മറ്റൊരാളുമായി പങ്കുവെക്കുന്നത് മൂലം മുടികൊഴിച്ചിൽ, താരൻ എന്നിവ പകരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. കൂടാതെ തലമുടിയെ ബാധിക്കുന്ന ഫംഗൽ ഇൻഫെക്ഷനും കാരണമാകുന്നു.